പില്ലൂർ ഡാമിലോട്ട് വന്നപ്പോഴത്തേനും നല്ല മഴ കേട്ടോ. നല്ല എന്നാലും അന്തരീക്ഷം കൊള്ളാം. ഒരാളിവിടെ പഴയ ബാല്യകാല ഓർമ്മയിൽ ആസ്വദിക്കുക മഴ. ഇനിയൊക്കെ ഇതൊക്കെ അവർക്ക് തിരിച്ചു കിട്ടുമെന്ന് തന്നെ. അവർക്കത് മാത്രമല്ല, ആർക്കും ഇനി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല ഇങ്ങനത്തെ ഒരു. ഇടിയും വെട്ടുമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടം വിട്ട് പോകുവാണ്. ഏതാണ്ട് ഒരു 6:30 ആയിട്ടുണ്ട്. ഇപ്പം സൂര്യനൊക്കെ അസ്തമിച്ച് വരുന്നു. ബസ് വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായിരുന്നു. മനസ്സ് നിറയെ സന്തോഷവും ഇനി ഓർക്കാൻ ഒരുപാട് സ്വപ്നങ്ങളും നൽകിയ നാട് ഉപേക്ഷിച്ച് എങ്ങോട്ടോ പോകുന്നൊരവസ്ഥ. ഞങ്ങളിപ്പം രാത്രിയാണ്, ഇപ്പോൾ ഒരു സന്ധ്യ ആയിട്ടുണ്ട്. ഒരു 7 മണി ആവാറായി. ഈ പില്ലൂർ ഡാം എന്ന് പറഞ്ഞൊരു വലിയ കാടാണല്ലോ. ഒരുപാട് ജീവികളെയൊക്കെ കാണാമെന്നാണ് പറയുന്നത്, ഭാഗ്യമുണ്ടെങ്കിൽ. പക്ഷെ ഇപ്പം ഒരുപാട് മയിലിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ബസ് വരുമ്പോഴത്തേന് അത് ഓടി മാറുമായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണാം. അപ്പം ആൾക്കാരൊക്കെ കയറാൻ വേണ്ടി നിൽക്കുക. ജോലിക്കാരൊക്കെ തിരിച്ച് നാട്ടിലോട്ട് പോകാനായിട്ട് നിൽക്കുക. നമ്മുടെ വണ്ടി വരുമ്പോൾ ക്രോസ് ചെയ്ത് അത് കാട്ടിലോട്ട് കയറുവാണെങ്കിൽ ഇതുപോലെ ഒരുപാട് ജീവികളുണ്ട് ഇവിടെ. അങ്ങനെ ഞാൻ നീടി എടുക്കുന്ന കണ്ടിട്ട് എനിക്ക് ഏറ്റവും ഫ്രണ്ടിൽ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. രാത്രി ആയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ കാണാനുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിരിക്കുക. കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. നോക്കാം എന്തായാലും. കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്ര തന്നെയാണിത്. സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനത്തെ ഒരു ട്രിപ്പ് എൻ്റെ ജീവിതത്തിൽ ഇനി ഇങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയാൻ കൂടി വയ്യ. അത്രയ്ക്ക് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫാമിലി ട്രിപ്പ് തന്നെയായിരുന്നു ഈ പില്ലൂർ എന്ന് പറയാനായിട്ട്. ഞങ്ങൾ വന്നിട്ട് തിരിച്ച് പോകാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ കറക്റ്റായിട്ട് ബസ് വന്ന് ഇറങ്ങി. ഞങ്ങളുടെ കേരള ബസ് KL കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞ് കയറ്റി വിടത്തില്ല. അങ്ങനെ ആ ചെക്ക് പോസ്റ്റിൽ പിടിച്ചിട്ടേക്കുമായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ബസ് വന്നിട്ടാണ് ഞങ്ങൾ കയറി ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇപ്പം ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക ഈ ബസ്സിൽ തന്നെ. രാവിലെ ഈ ബസ്സിൽ തന്നെയായിരുന്നു വന്നത്. വൈകിട്ട് ഇപ്പോൾ പോകുമ്പോഴും ഈ ബസ്സിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഞങ്ങൾ അത്രയും നേരം അവിടെ എല്ലാം എൻജോയ് ചെയ്ത് കാത്തിരിക്കുമായിരുന്നു. മാക്സിമം ഞങ്ങൾ അവിടെ എൻജോയ് ചെയ്തിട്ടുണ്ട്. മിക്കപ്പോഴും ഈ റോട്ടിൽ കൂടെയൊക്കെ ആനയൊക്കെ പോകാറുണ്ട്. ആന ഒരുപാട് പ്രാവശ്യം ഈ രാത്രി സമയമാകുമ്പോഴത്തേക്കും മിക്കപ്പോഴും വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ജീവിയും അതുമാത്രമല്ല, ഇതിലൂടെ മടങ്ങി പോകുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ നിറയെ വിഷമമാണ്. ഇനി ഒരിക്കൽ കൂടി ഈ സ്ഥലത്തേക്ക് തിരിച്ചു വരുവാൻ കഴിയുമോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അത്രയും പ്രിയപ്പെട്ട ഓർമ്മകളുമായി വലിയൊരു വേദനയോടെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് യാത്രയാകുന്നത് തിരിച്ച്. ഞങ്ങളുടെ പപ്പാജി വർഷങ്ങളോളം ഇവിടെ ജോലി ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു ഇത്. എൻ്റെ മാതാപിതാക്കളുടെയും ഞങ്ങളുടെ വലിയൊരു സ്വപ്നമായിരുന്നു ഒരിക്കൽ ഇവിടെ എത്തുക എന്നത്. ബാല്യകാലം മുതൽ അവർ ഈ സ്ഥലത്തെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞ കഥകൾ ഒരു ഫെയറി ടെയിൽ പോലെ ആയിരുന്നു. ഇന്ന് ആ സ്വപ്നം അവർ ഞങ്ങൾക്ക് സാക്ഷാത്കരിച്ചു തന്നു. ഇപ്പോൾ ഈ സ്ഥലത്തിലെ ഇവിടെ കണ്ടുമുട്ടിയ ഓരോരുത്തരെയും പിന്നിലാക്കി മടങ്ങുമ്പോൾ ഒരു നാൾ വീണ്ടും എല്ലാവരുമൊത്ത് ഇവിടെ തിരിച്ചു വരണം എന്ന വലിയ ആഗ്രഹം മാത്രമാണ് മനസ്സിലുള്ളത്. ഈ മണ്ണിന് പറയാൻ ഇനിയും ഒരുപാട് കഥകളുണ്ട്. പൂർത്തിയാക്കാത്ത കിടക്കുന്ന ഓർമ്മകളും പറഞ്ഞു തീരാത്ത അനുഭവങ്ങളും തീരാത്ത കഥകളും. അത്
ട്രിപ്പ്, ഒരു റൈഡൊക്കെ വേണമെങ്കിൽ എന്തായാലും ഇങ്ങോട്ട് വന്നാൽ മതി എല്ലാവരും. കിളിയൊക്കെ വരുന്നുണ്ട്, കാട്ടുപക്ഷിയൊക്കെ ഞങ്ങൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇനിയിപ്പം പമ്പ് വെച്ചു.
അങ്ങനെ ഞങ്ങൾ ഡ്രൈവറിനും കണ്ടക്ടറിനും ഒക്കെ നന്ദി പറഞ്ഞു ഇറങ്ങുകയാണ്. ഞങ്ങളുടെ ഈ ഒരു യാത്ര തന്നെ മനോഹരമാക്കി തീർത്തി തന്ന അവിടുത്തെ തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സിലെ കണ്ടക്ടറിന് അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. ഞങ്ങൾ ഇവിടം വിട്ട് പോകാനേ ഞങ്ങൾക്കൊന്നും തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങള് വണ്ടിയില എത്തിയിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വണ്ടിയിൽ പോവാ. ഇനി അടുത്ത അവസ്ഥ അയ്യോ ഞാനും വിളിച്ച് പറഞ്ഞു ആരും കണ്ടില്ല. ഈ കാട്ടിക്കൂടെ ഞങ്ങള് തിരിച്ച് ഞങ്ങളുടെ വണ്ടിയിൽ കോയമ്പത്തൂരിലോട്ട് പോവാം. കോയമ്പത്തൂരിൽ വിശേഷം അടുത്ത വ്ളോഗിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ശുഭരാത്രി, നന്ദി.